മന്ത്രിമുഖ്യ, ഇതെന്ത് പരീക്ഷണമാണ്? ഊണും ഉറക്കവും വെടിഞ്ഞ് കുമാരി നടത്തുന്ന ഈ തപസ് എനിക്ക് സഹിക്കാനാവുന്നില്ല. മഹാരാജൻ, അങ്ങ് അധൈര്യപ്പെടരുത്. വീരശൂര പരാക്രമിയും അജാതശത്രുവും ധീരനുമായ അങ്ങ് ഇങ്ങനെ. അതിനേക്കാളുപരി ഞാനൊരു പിതാവാണെന്ന് അങ്ങ് മറന്നു. എത്രയെത്ര സ്വപ്നങ്ങൾ കണ്ടാണ് ഓരോ മാതാപിതാക്കളും മക്കളെ വളർത്തുന്നത്. അന്നം മാത്രമല്ല, ആഗ്രഹങ്ങൾ നൽകിയാണ് അവളെ വളർത്തിയത്. ഞങ്ങൾ നിറം കൂട്ടി വെച്ച ചിത്രം തകരാൻ പോകുന്നു. എനിക്കിത് കാണാൻ കഴിയുന്നില്ല. രാജൻ, ഇവിടെ നടക്കുന്നതൊന്നും കുമാരി അറിയുന്നില്ല. എന്തിന് നമ്മൾ ഇവിടെ വന്നതുപോലും. കുമാരിയുടെ ആഗ്രഹത്തിന് നമ്മൾ എതിരല്ലല്ലോ, പിന്നെ എന്തിനു വേണ്ടി? എന്തിനോ ആകട്ടെ, പരിസമാപ്തി ശുഭകരമായിരിക്കും. അങ്ങ് സമാധാനിക്കൂ. എങ്കിലും ഈ സമസ്യ അവസാനിച്ചേ പറ്റൂ. ഏതു ദൈവത്തിനും മുകളിലാണല്ലോ മാതാപിതാക്കൾ. വിളിക്കൂ. മഹാരാജൻ വിളിച്ചാൽ അവൾ ഉണരും. മകളെ, കണ്ണു തുറക്കൂ. നിന്റെ ഏതാഗ്രഹവും ഈ പിതാവ് സാധിച്ചു തരും. നീ നിന്റെ മനസ്സും വപുസ്സും മഹാദേവനിൽ അർപ്പിച്ചതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ വപുസ്സും മനസ്സും നിന്നിലല്ലേ അർപ്പിച്ചത്. അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരുന്നാൽ മകളെ നീ കണ്ണു തുറക്ക. പിതാവേ, ഞാൻ അങ്ങേ നിഷേധിച്ചതല്ല. എന്റെ വ്രതം ഭർത്തൃസിദ്ധിക്ക് വേണ്ടി മാത്രമല്ലെന്നറിയുക. പിന്നെ എന്തിനു വേണ്ടി? ഈ നാടിന്റെ സ്വസ്ഥതയെ നശിപ്പിക്കാനൊരുങ്ങുന്ന ദുഷ്ടശക്തിയെ ഉച്ചാടനം ചെയ്യാൻ പോയ കുമാരന് വേണ്ടിയാണ് ഈ കൊടും തപസ്. കുമാരൻ വിജയിയായി എത്തുമ്പോൾ മാത്രമേ ഇതിൽ നിന്ന് ഞാൻ പിന്തിരികെയുള്ളൂ. ഇത് സ്നേഹനിരാസമല്ല, എന്റെ പ്രാണേശ്വരന്റെ വിജയം എന്നെ പ്രാണനെ പോലെ കരുതുന്ന പിതാവിന്റെ വിജയം കൂടിയാണെന്നറിയുക. ഇവിടെ പത്നിധർമ്മവും പുത്രിധർമ്മവും ഞാൻ അനുഷ്ഠിക്കുകയാണ്. അതുകൊണ്ട് എന്നെ തടയരുത്. പിതാവ് ധൈര്യമായിരിക്കുക. ഞാൻ ശിവപൂജ തുടരട്ടെ. മഹാദേവ.